ഇനി ഇവിടെയും കല്യാണം കഴിച്ചിട്ടാണ് ഇനി തോബിയാസ് യാത്ര ചെയ്യണത്. ആ പണവും വാങ്ങിച്ച് യാത്ര ചെയ്യും. വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട്, അപ്പം നോക്കുമ്പോഴുണ്ട് തോബിയാസിൻ്റെ കൂടെ വേറൊരു പെണ്ണ് കൂടി കയറി വരുന്നത്. തോബിത്താണ് അപ്പൻ. അപ്പം അപ്പനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോത്സാഹം വെച്ചാൽ, അപ്പൻ്റെ അന്നയാണിത് പറഞ്ഞു കൊടുക്കണത്, നമ്മുടെ മകൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽപ്പുണ്ടെന്ന് പറയണം. പക്ഷേ ആത്മാവിൽ ഇയാൾക്കറിയാം ദൈവം ചെയ്ത കാര്യങ്ങളാണെന്നറിയാം, പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അസറിയാസ് റാഫേൽ മാലാഖ പറഞ്ഞിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യണം, ദൈവമാണ് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിക്കണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഉടനെ അസറിയാസ് പറയും, ഇനി ചെയ്യേണ്ടത് ദൈവം നിനക്ക് തന്ന ജീവിത പങ്കാളി അപ്പം കാണണ്ടേ, അപ്പം അന്ധനായിരിക്കുകയാണ്. അപ്പനൊരു സൽപ്രവൃത്തി ചെയ്ത് അന്ധനായ മനുഷ്യനാണ്. അപ്പനൊരു സാപത്ത് ദിവസം ഉപവസിച്ചിട്ട് അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിരുന്നുശാല വന്നപ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് ഒരു ശവം കിടക്കണമെന്ന് പറഞ്ഞ് പട്ടണത്തിൽ. അപ്പൻ വിശന്ന് രാവിലെ മുതൽ വൈകുന്നേരം വിശന്നിട്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ശവം കിടക്കണമെന്ന് പറഞ്ഞത്. ഉടനെ അപ്പൻ എന്ത് ചെയ്ത് ആ ശവം പോയി മറവ് ചെയ്ത് ശവം മറവ് ചെയ്ത അന്ന് സമയത്ത് അവിടെ ശിക്ഷ ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ സൽപ്രവൃത്തിയാണ് ശവം മറവ് ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അതിനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പം അങ്ങനെ മറവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തളർന്നു വരുമ്പോൾ ഒരു മതിലിൻ്റെ അരികിലിരിക്കും. അവിടെ ഇരുന്ന് ചാരി ഒന്ന് ഉറങ്ങിപ്പോകും. അപ്പം മതിരെ വന്നിരുന്ന കുഞ്ഞാറ്റക്കിളികൾ കാട്ടിച്ചിട്ട് ഇയാൾ കണ്ണീ വീഴും, കണ്ണ് കാഴ്ച പോകും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്തിട്ട് പണി മേടിച്ച ആളാണ് ഇയാൾ. നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ നീതിമാനാണെങ്കിൽ സംഭവിക്കണതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായിരിക്കും. ഇപ്പോഴേ അന്ധനായ അപ്പൻ്റെ അടുത്ത് മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വരുമ്പോൾ അപ്പോഴും അസ്തറിയാസമുണ്ട്, വിട്ടുമാറാതെ. നിൻ്റെ ജീവിതത്തിൽ മത്സ്യങ്ങൾ വന്നാലും, നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞാറ്റക്കരുകൾ നിൻ്റെ കണ്ണ് കളഞ്ഞാലും നിന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ദൂതനെ നിനക്കൊന്നും ഭയക്കുമെന്നുള്ള കുടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനമാണ്. ദൈവപൈതലെ, നീ കാണാത്തൊരു ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിന്നെ നയിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ആരാധന. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആധ്യാത്മിക ജീവിതത്തിന്റെ അകവും പുറവും എന്നെ കാണിച്ചു തരുന്ന ദൈവവചന വെളിപാടുകളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടാണെന്ന് ഉയർച്ചയ്ക്കായി അതിനെ ക്രമീകരിക്കുവാൻ അങ്ങേക്ക് പദ്ധതിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കർക്കശമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം.